ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രോഹിത്, നിങ്ങളിപ്പോ നാശത്തിന്റെ പടുകുഴിയിലാ നിൽക്കുന്നത്. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അപ്പോ നീയും മോളും ഇങ്ങോട്ട് വരുന്നില്ലെന്നാണ് പറയുന്നേ? ഇല്ല, വരുന്നില്ല. മക്കളെ പ്രസവിച്ചിട്ട് കാണുന്നവരെ അച്ഛനാക്കാൻ നടക്കുന്നവർക്ക് യഥാർത്ഥ തള്ളയുടെ ഗുണമൊന്നും കിട്ടിയെന്ന് വരില്ല. നീ ചുമ്മാ കാടിൽ സംസാരിക്കുക. ചേച്ചമ്മേ, ചേച്ചമ്മേ, മോളെ, എന്റെ പൊന്നു മോളെ, നീ എന്ത് പണിയായി കാണിച്ച? രാത്രിയിലൊക്കെ ഒറ്റയ്ക്കിറങ്ങി നടക്കാന്ന് വെച്ചാ? എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പേടിയമ്മേ. ഞാൻ അങ്ങോട്ട് പോരില്ല. എനിക്ക് അവിടെ ഇഷ്ടമല്ല. മോളെ, ഞാൻ ചേച്ചമ്മയുടെ ഒപ്പം പൊക്കോളാം. ഷമൻ, ഇവക്ക് നല്ല ചൂടുണ്ട്. അത് പേടിച്ചിട്ടുള്ള പനിയായിരിക്കും മോളെ. അതൊക്കെ മാറിക്കോളും. ഇന്നലെ രാത്രി ഒരുപാട് അലഞ്ഞല്ലേ. എന്തിനാ മോളെ ഞങ്ങളിങ്ങനെ പേടിപ്പിച്ചേ? ചേച്ചിയമ്മയും അമ്മയൊക്കെ എന്തൊരു സങ്കടപ്പെട്ടെന്നറിയൂ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവല്ലേ. ഞാൻ ആ വീട്ടിലേക്ക് പോയില്ല ചേച്ചമ്മേ. എനിക്ക് അച്ഛനെ പേടിയാ. വേണ്ട, എന്റെ മോള് പോണ്ട. മോള് ചേച്ചിയമ്മയുടെ കൂടെ നിന്നാ മതി. അവിടെ ആവുമ്പോ സത്യം കൂടി ഉണ്ടല്ലോ. അച്ഛ, ഞങ്ങള് വരട്ടെ. മോളെ, സത്യമ്മയോട് പോയിട്ട് വരട്ടെ എന്ന് പറ. പോട്ടെ സത്യമ്മേ. അച്ഛാ, പപ്പിമോള് പോവാട്ടോ. അച്ഛനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ. അല്ല, ഇതുപോലെ തന്നെ ഇങ്ങ് ഇറങ്ങി വരണേ. എന്തോ ഭാമ ഇത്. മോളെ, ചേച്ചമ്മേ, പോവാം. അച്ഛാ, ഷമൻ, അല്ല, നേരത്തെ ഞാൻ ചോദിച്ചപ്പോഴും നിങ്ങൾ എനിക്ക് കൃത്യമായിട്ടൊരു മറുപടി തന്നില്ല. പപ്പിയെ നിങ്ങൾ എവിടെ വെച്ച കണ്ടത്? രാത്രി നിങ്ങൾ എന്തിനാ അവിടെ പോയത്? അത് ഞാനങ്ങോട്ടും പോയൊന്നുമില്ല. പിന്നെ മോളെങ്ങനെ ഇവിടെ വന്നു? അല്ല, അത് പിന്നെ ഞാനെങ്ങനെ അവിടെ ചെന്ന ഞാൻ ആലോചിക്കുന്നേ. അല്ല, ഇടയ്ക്ക് എവിടെ വെച്ച് ഞാൻ നമ്മുടെ മോൻ വിഷ്ണുവിനെയും കണ്ടായിരുന്നു. അല്ല, വിഷ്ണുവിനെയോ? എന്നിട്ടെന്താ അവൻ ഇങ്ങോട്ട് വരാഞ്ഞത്? അവനെങ്ങനെ വരും? പോലീസുകാർ തെരഞ്ഞെടുക്കില്ലയോ? ഈശ്വര, അവൻ എന്തിനാ ഈ ഒരു ഏടാകുടത്തി പോയി ചാടിയത്? ഈ ലോറി പണി നമുക്ക് പറ്റിയതല്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞതാ. പറഞ്ഞില്ലേ? അച്ഛനും മോനും കേട്ടോ അത്? എന്റെ പാമ, അതൊരു കള്ളക്കേസാ. നമ്മുടെ മോൻ വിഷ്ണുവിനെ അതിൽ മനപ്പുറം കുളിക്കതാ. ആ കള്ളക്കേസ് തെളിയിക്കുന്നവരെ അവനും ഒളിവിലായിരിക്കും. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? രാത്രി നാടായി നാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞിട്ട് വന്ന മനുഷ്യൻ ചോദിച്ചപ്പോ പറയുന്നു എങ്ങനെ പുറത്തെത്തിന്ന് അറിയില്ലെന്ന്. വരുന്ന പോലെയൊക്കെ അങ്ങ് വരട്ടെ.
എല്ലാം അനുഭവിക്കാൻ ഞാനിങ്ങനെ ഉണ്ടല്ലോ. അനുഭവിക്കുക തന്നെ. അല്ലാതെ പറയാനാ. ഇന്നലെ ശരിക്കും എന്ത് സംഭവിച്ചത്? പുറത്തേക്കൊന്നും ഇറങ്ങി പോയി കളയല്ലേ. ഇനി എനിക്ക് ഓടാൻ വയ്യ. ഓ ശ്യാമേ, 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 പപ്പി, ശ്യാമേ, ഇവിടെ പോയി കിടക്കുന്നത് നിങ്ങള്? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. പപ്പി, നീ ഇതെവിടെയാ? ഓ അത് ശരി, ഇപ്പോഴെങ്കിലും തിരക്കാൻ തോന്നിയല്ലോ. ആ വീട്ടിൽ ഇന്നലെ രാത്രി നടന്നതൊന്നും നിങ്ങൾക്ക് ഓർമ്മ കാണില്ലല്ലോ. നിങ്ങൾ ജീവിക്കുന്നത് തന്നെ മദ്യം കഴിക്കാൻ വേണ്ടിട്ടല്ലേ? പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇടി, നിന്റെ പഴംപുരാണം കേൾക്കാനല്ല വിളിച്ചത്. പപ്പി നിന്റെ ഒപ്പം ഉണ്ടോന്ന്. ഇന്നലെ രാത്രി പപ്പി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഏ? പപ്പിയെ കാണാനില്ലെന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ഒരുപാട് വിളിച്ചതാ. എന്നിട്ട് നിങ്ങൾ എഴുന്നേറ്റില്ലല്ലോ. നിങ്ങൾക്കപ്പോ ഉറക്കമാണ് വലുത്. ഉറങ്ങിക്കോ, സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇനി ഞങ്ങളുടെ ശല്യം നിങ്ങൾക്കില്ല. കുടിക്കോ, കുടിച്ചു മറിയോ, ഉറങ്ങുവോ, ഉറങ്ങാതിരിക്കോ, എന്ത് വേണേലും നിങ്ങൾ ചെയ്തോ. ഞങ്ങൾ ആരും ഇടപെടില്ല. സ്വന്തം ജീവിതം നശിപ്പിക്കാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടിരിക്കുവല്ലേ? നശിപ്പിക്ക്, എങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിക്ക്. രോഹിതേ, നിങ്ങളിപ്പോ നാശത്തിന്റെ പടുകുഴിയിലാ നിൽക്കുന്നത്. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അപ്പോ നീയും മോളും ഇങ്ങോട്ട് വരുന്നില്ലെന്നാണ് പറയുന്നേ? ഇല്ല, വരുന്നില്ല. എടി, ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരാളുടെ കൂടെ എന്തുറപ്പില്ല ഞങ്ങൾ കഴിയാം. ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോ. ഒരാളും എതിര് പറയാൻ വരില്ല. ശ്യാമേ, പോട്ടെ, എല്ലാവരും പോട്ടെ. രോഹിത് ഒറ്റയ്ക്ക് ജീവിക്കും. അങ്ങനെ ഒരാൾ തോൽപ്പിക്കാൻ നോക്കിയാ അങ്ങനെയൊന്നും തോൽക്കുന്നതല്ല രോഹിത്.